ഹലോ, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് നല്ല സ്വാദുള്ള കടച്ചക്ക മെഴുക്കുവരട്ടിയാണ്. ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത്രയും വലുപ്പത്തിലുള്ള കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനായിട്ട് തന്നെ എടുക്കുകയാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതുപോലെ വേണം ഉണ്ടാവാനായിട്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിക്കുന്നില്ല. എപ്പോഴും ഈ ഒരു രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണതാണ് ഏറ്റവും നല്ലത് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 3 കപ്പലമുളക് ചെറുതായിട്ട് മുറിച്ചത്, 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച കടച്ചക്ക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വെന്ത് കഴിയണ സമയത്ത് ഇതിലേക്ക് ചതച്ച കുരുമുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിൽ കുരുമുളക് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക വാസനയും സ്വാദൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്ന് ഇടണില്ല കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടച്ചക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള മെഴുക്കുവരട്ടിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീട്ടിൽ വേറെ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ മറ്റൊരവസരത്തിൽ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ഷെയർ കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.